സച്ചരിതനായ ഒരു ആബിദാക മനുഷ്യനേക്കാൾ ആലിമാക മനുഷ്യനുള്ള പ്രാധാന്യം ശ്രേഷ്ഠരാന്ന് പറഞ്ഞാൽ 70 ദറജ 70 ഇരട്ടി കണ്ട് പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതിലൊരു ദറജ കൂടെ അകലം എത്രയാണെന്നോ, ഒരു സ്പീഡുള്ള കുതിര, നല്ല വേഗതയിൽ സഞ്ചരിക്കുന്ന കുതിര 70 വർഷക്കാലം സഞ്ചരിച്ചാൽ എത്ര അധികം ദൂരം സഞ്ചരിക്കുമോ അത്രത്തോളം അന്തരം, അത്രത്തോളം അകലം ഈ ആബിദിന്റെയും ആലിമിന്റെയും ഇടയിലുള്ള 70 ദറജകളിൽപ്പെട്ട ഒരു ദറജക്കുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത് വിവരിച്ചു. എന്തുകൊണ്ടാണെന്നോ അവർക്ക് അപ്രകാരം മഹത്വമുണ്ടാകുവാനുള്ള കാരണം എന്താണെന്നോ, അവരുടെ പ്രത്യേകത ബദാലിക്ക, അങ്ങനെ അവർക്ക് പ്രത്യേകത കിട്ടുവാനുള്ള കാരണം എന്താണെന്നോ, ശൈത്താൻ വന്നിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന് വിരുദ്ധമാകുന്ന ബിദ്അത്തിന്റെ ആശയങ്ങൾ, നവീനമായ വാദങ്ങൾ, തെറ്റായ വാദങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ പൈശാചികമായ ദുർബോധനങ്ങൾ കടന്നു വരും. അവർ ബിദ്അത്തുകൾ സൃഷ്ടിച്ചു വെക്കും. ആ പൈശാചിക ദുർബാധയേറ്റ ആളുകൾ അതിന്റെ പ്രചാരകരായി മാറും. അവർ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കും, അവർ മാധ്യമങ്ങളുമായി രംഗപ്രവേശം ചെയ്യും, അവർ 1-ാം നമ്പർ വാർത്താ ചാനലുകൾ തുടങ്ങുന്നവരായി മാറും. അവർ പെണ്ണുങ്ങളെ കൊണ്ട് പരസ്യമായി വാർത്ത വായിപ്പിക്കും, ആ പെണ്ണുങ്ങളുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇടിയിക്കും, അവരുടെ മാർദ്ദവങ്ങളെ തുടിപ്പിച്ചു വയ്ക്കും. തെറ്റായ രീതികളെല്ലാം അവർ ബിദ്അത്തിന്റെ പ്രചാരകരായി കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പണ്ഡിതന്മാര് ചെയ്യല്ല പിന്നെയും ചെയ്യല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെ അവർ നിർഖേദം പ്രവർത്തിക്കുന്നവരായി മാറും. അങ്ങനെ പ്രവർത്തിക്കുന്നവരായി അവർ മാറുമ്പോ ആലിമെന്ന് ചെയ്യുമെന്നോ യുബ്സിറുഹാ, ആലിം അവന്റെ അകക്കണ്ണുകളെ കൊണ്ടത് കൃത്യമായി കണ്ടെടുക്കുന്നവനാണ്. വയുസീലുഹാ, അത് തെറ്റാണ്, അത് പാടില്ലാത്തതാണ്, അത് ദീനിന് വിരുദ്ധമായ കാര്യമാണ് എന്ന് ഉമ്മത്തിനെ നിരന്തരം അവൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ സേവനമാണ് അവൻ ചെയ്യുന്നത്. ആബിദാക മനുഷ്യനാണെങ്കിലോ അവൻ അവന്റെ ഇബാദത്തിലേക്ക് മുന്നിട്ട് പോകുന്നവനാണ്. അതിലേക്കാണ് അവന്റെ മുന്നിടൽ. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ബിദ്അത്തുകൾ മനസ്സിലാക്കുവാനുള്ള അകബോധമില്ല, അതിനുള്ള വിവരമില്ല. പക്ഷെ ഒരു ആലിമിനെ സംബന്ധിച്ചിടത്തോളം അവനാണ് ഉലമാക്കളാണ് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികൾ, അഥവാ പാരമ്പര്യത്തെ നിലനിർത്താൻ അവനാണ് സാധിക്കുക. അതുകൊണ്ട് ബിദ്അത്തിന്റെ കണ്ടുമുടിക്കാൻ, അതിന്റെ കടുത്തു മുടിക്കാൻ നല്ല ആലിമീങ്ങൾക്കാണ് സാധിക്കുക. അതുകൊണ്ട് അവരാണ് എന്റെ അനന്തരഗാമികൾ. അവർക്ക് ആബിദിനേക്കാൾ 70 ഇരട്ടി പുണ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. നിങ്ങൾ സ്വഹാബത്തായി എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിരിക്കെ നിങ്ങൾക്ക് പ്രത്യേകമായ പദവിയുണ്ട്. പക്ഷെ നിങ്ങൾ ഏറ്റവും പദവി കുറഞ്ഞവനാരാണോ അവരെക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത എത്രയധികമാണോ. 1-ാം നമ്പറുകാരനാകുന്ന അബൂബക്കർ തങ്ങളുടെ വരകളേക്കാൾ അല്ലാഹുവിന്റെ റസൂൽ എത്ര വലിയ പദവിയുള്ളവരാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അബൂബക്കർ തങ്ങളെക്കാൾ എന്നല്ല, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിൽ ഏറ്റവും താഴെയുള്ള ആളേക്കാൾ എനിക്കെന്ത് ഫളീലത്താണോ ഉള്ളത്, അതുപോലെയാണ് ആലിമിന്റെ